ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജുട്യൂട്ടർ. MEG 10-ലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഫോഴ്സസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ കാനൻ. എന്താണ് കാനൻ എന്നത് ഞാൻ ഇന്നലെയോ മറ്റോ ബ്ലോക്ക് 6-ൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് കാനൻ? ഒരു സെറ്റ് ഓഫ് ബുക്സ് നമ്മുടെ കൾച്ചറിനെ കുറിച്ച് എഴുതുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ടെക്സ്റ്റുകളെയും ബുക്സുകളെയും ഒക്കെ ഒരു കുറച്ചുകൂടി ഹൈ അതോറിറ്റീസിലുള്ളവർ അതിനെ എടുത്ത് അതിന് വാല്യൂ നൽകുന്നതാണ് ഈ കാനൻ എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ആ ബ്ലോക്ക് 6-ൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ദ ഫോർമേഷൻ ഓഫ് ദ ബിബ്ലിക്കൽ കാനൻ. The formation of the biblical canon, or the process of determining which books were considered authoritative and divinely inspired, was a complex and gradual process driven by a combination of theological, historical, and social forces within the early Jewish and Christian communities. ഇവിടെ ബിബ്ലിക്കൽ കാനൻ, ബിബ്ലിക്കൽ എന്ന് പറയുന്നത് ബൈബിളിനെ ആസ്പദമാക്കിയിട്ടാണ് ഒരു ബിബ്ലിക്കൽ എന്ന ഒരു വേർഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ പുസ്തകങ്ങളാണ് ഡിവൈൻലി ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്പിരിച്വലി ഇൻസ്പയറബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഓതോറിറ്റേറ്റീവ് ആയിട്ടുള്ളത് എന്നുള്ള ഒരു പ്രോസസ്സാണ്. അത് ഒരു കോമ്പിനേഷൻ വേണം. എന്തിൻ്റെ കോമ്പിനേഷൻ? തിയോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ ഫോഴ്സസ്, ജൂയിഷിനെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിൻ്റെയും ഇടയിലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂയിഷിനെയും അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസിൻ്റെയും ഇടയിൽ നടക്കുന്ന അവരുടെ തിയോളജിക്കലായിട്ടുള്ള, ഹിസ്റ്റോറിക്കലായിട്ടുള്ള സോഷ്യൽ ഫോഴ്സസുമായിട്ടുള്ളത് കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിറ്ററേച്ചറിലെ ഒരു റൈറ്റിങ്സ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ബിബ്ലിക്കൽ കാനനിൽ ഉദ്ദേശിക്കുന്നത്. One of the primary forces behind the formation of the canon was the need to define a consistent body of doctrine in the face of emerging heresies and alternative teachings. The early Christian church faced challenges from movements like Marcionism, which rejected the Old Testament entirely, and Gnosticism, which emphasized the secret knowledge and apocryphal writings. To counter these threats, the church needed to establish a clear and authoritative set of texts that reflected the true teachings of Jesus and the apostles. കാനൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് കാനൻ്റെ ആവശ്യകത? ഈ ബുക്സുകളിലൊക്കെ ഇപ്പോൾ കൾച്ചറിനെ കുറിച്ച് എഴുതുന്നതാണെങ്കിൽ കൾച്ചറിനെ കുറിച്ചിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്നത്. അപ്പോൾ ഇവിടെ റിലീജിയനെ കുറിച്ച് എഴുതുമ്പോൾ ഈ റിലീജിയൻ എല്ലായിടത്തും എത്തിക്കുക എന്നതല്ല, പക്ഷേ ആ റിലീജിയനിൽ നടന്നുകൊണ്ടിരുന്ന അന്നത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒരു വ്യക്തത വരുത്താനും ഇത് പിന്നീട് എന്താ പറയുക, കൺവേർഷൻ അതിനായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം മാർക്യോണിസമാണ്. ആ ഒരു മൂമെൻറ്റ് റിജക്റ്റ് ചെയ്തിട്ടുള്ളത് ഓൾഡ് ടെസ്റ്റമെൻ്റ് ആണ്. ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത് ബൈബിളിന് രണ്ട് ബുക്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ന്യൂ ടെസ്റ്റമെൻറ്റ്, രണ്ട് ഓൾഡ് ടെസ്റ്റമെൻറ്റ്, പുതിയ നിയമം, പഴയ നിയമം. അപ്പോൾ ഈ പഴയ നിയമത്തെ അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റമെൻറ്റിനെ ഈ മാർക്യോണിസം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോസ്റ്റിസിസവും. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് സീക്രട്ട് നോളജും അതുപോലെ അപ്പോക്രിഫ്റ്റിക്കൽ റൈറ്റിങ്സും ആണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീസസിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ ഒരു കാനൻ വഴി അവർക്ക് മാറ്റി എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും എഴുതി പിടിപ്പിക്കുക എന്നതിലുപരി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. A criterion for inclusion in the canon was a book's apostolic origin, meaning it had to be written by an apostle or a close associate. This ensured that the text contained authentic, foundational teachings that aligned with the direct witnesses of Jesus' life and message. The text also needed to be consistent with the core Christian faith and the teachings that were widely accepted across different Christian communities. അപ്പോൾ ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, അവർ കൂടുതലായിട്ടും ജീസസിൻ്റെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ വ്യക്തികളെ കുറിച്ചിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരിട്ട് കണ്ട അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് കൂടുതലും ഇവിടെ പ്രാധാന്യം നൽകുന്നത്.
The process of canonization was also shaped by the practical needs of a growing, geographically dispersed, and sometimes persecuted church. The texts that were widely consistently used in worship and liturgical practices gained prominence and acceptance. The persecution of Christians, such as the Diocletian persecution, made it crucial to determine which books were considered scripture and worth dying for. അപ്പോൾ ഇവിടെ കാനനൈസേഷൻ ദ പ്രോസസ് ഓഫ് കാനനൈസേഷൻ വാസ് ഓൾസോ ഷേപ്ഡ് ബൈ ദ പ്രാക്ടിക്കൽ നീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാനനൈസേഷൻ മുഖേന ക്രിസ്ത്യാനിറ്റിക്ക് ഒരു വളർച്ച ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ആ ക്രിസ്ത്യാനിറ്റിനെ അവിടെ ബേസ് ചെയ്ത് നോക്കുമ്പോഴാണ് കേട്ടോ അങ്ങനെ ക്രിസ്ത്യൻസിന് ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു തിയറിക്ക് ഒരു വളർച്ച ഉണ്ടാവുക ജിയോഗ്രഫിക്കലി ഡിസ്പേഴ്സ്ഡ് അതുപോലെ പെർസിക്യൂഷൻ ചേർച്ചിന് ധാരാളം പെർസിക്യൂഷൻസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടും കൊണ്ടുവരാനായിട്ട് ഈ കാനൻ ശ്രമിച്ചിരുന്നത്. അതുപോലെ ക്രിസ്ത്യൻസിനായാലും അന്ന് കുറേയധികം ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. എസ്പെഷ്യലി ഡിയോക്ലേറ്റൻ പെർസിക്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ ഈ ഒരു കാനൻ വഴി എവിടെയൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബുക്സുകളൊക്കെ തിരഞ്ഞെടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ കാനൻ വഴി നടത്തപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്ക്രിപ്ചർ എന്നും വിളിക്കുന്നുണ്ട്. The canon was not determined by a single decree but through a long process of communal discernment and consensus that was later ratified by church leaders and councils. Key figures such as Athanasius played a significant role in formally listing the 27 New Testament books that are universally accepted today. Regional councils like those in Hippo and Carthage also contributed to the formal affirmation of the canon. ഈ ഒരു കാനൻ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. കുറേ അധികം സമയമെടുത്ത് അവർ ഓരോ ബുക്സുകളെയും പഠിച്ച് കഴിഞ്ഞാൽ അത് എഴുതിയിരുന്ന ചോദിച്ച ലീഡേഴ്സ് അതിനൊക്കെ കുറിച്ച് കുറേ കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെയാണ് ഈ കാനൻ നടത്തപ്പെടുന്നത്. അവിടെ ഒരു കീ ഫിഗറായിട്ട് പറയുന്നത് അഥാനേഷ്യസ് ആണ്. അദ്ദേഹത്തിൻ്റെ 27 ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബുക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നും വേൾഡിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ റീജിയണൽ കൗൺസിൽസ് ലൈക്ക് ദോസ് ഇൻ ഹിപ്പോ ആൻഡ് കാർത്തേജ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ അഫർമേഷൻ ഓഫ് ദ കാനൻ എന്നും പറയുന്നുണ്ട്. The formation of the canon was a dynamic process guided by a combination of divine inspiration, theological imperatives, practical needs and a broad consensus among the early Christian communities. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കാനൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നടത്തുന്ന ഒരു കാര്യമില്ല, അതൊരു വലിയ പ്രോസസ്സാണ്. അവിടെ കൂടുതലായിട്ടും ഡിവൈൻ ഇൻസ്പിറേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്നത്. ഓക്കെ, especially in the Christian communities. The church recognized the self-authenticating nature of the inspired writings rather than creating their authority. The canonization process helped establish a common set of scriptures that could be used across different regulars and churches, providing a foundation for the Christian faith that has ensured for centuries. അപ്പോൾ ക്രിസ്ത്യൻ ഫെയ്ത്തിനെ കാണിക്കാൻ വിധത്തിലുള്ള ബുക്സുകളായിരുന്നു ഇവിടെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ടും എന്താ പറയുക, കൂടുതലായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടെ അക്സെപ്റ്റ് ചെയ്തിരുന്നത്. ഇൻ സിമ്പിൾ ടേംസ്, ദ ബിബ്ലിക്കൽ കാനൻ വാസ് ഫോംഡ് ത്രൂ എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ നീഡ് ഫോർ തിയോളജിക്കൽ ക്ലാരിറ്റി, apostolic authority, practical needs, and consensus among early Christian communities. The process was gradual and organic, reflecting the growth and development of the Christian faith. The resulting canon provides a shared foundation for Christian doctrine and practices, shaping the faith and its adherents to this day. കുറച്ച് ടഫാണ് പഠിക്കാനായിട്ട് എന്നുള്ളത് അറിയാം. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇംഗ്ലീഷ് യൂസ് ചെയ്യാം കേട്ടോ. എന്നോട് 1-2 മെയിൽ അയച്ച് ചിലർ ചോദിച്ചിരുന്നു എന്താണ് പഠിക്കേണ്ടത് ശരിക്കും, കാരണം ഒട്ടും സമയമില്ല എന്നുള്ളത്. ഞാൻ പറയാം, വാരി വലിച്ചെല്ലാം കൂടി പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ.
ഓക്കെ, സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.